അസ്മഈ എന്നവർ വലിയ നഹവി പണ്ഡിതനാണ്. നഹവിസ്റ്റ് എന്ന് പറയും, ഗ്രമേറിയൻ, റിട്ടോറിക് സ്കോളർ, വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ. ഒരുപാട് യാത്ര ചെയ്ത ആളാ. അദ്ദേഹം പറയും, ഞാൻ ഒരു അറാബിയെ കണ്ടു, കണ്ണിങ്ങനെ ചെമന്ന് തുടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട്, ചെങ്കണ്ണ് പിടിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ കണ്ണിന്ന് തുടച്ചൂടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത്. തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത്. അറാബി പറഞ്ഞു കൊടുക്കുക, അസ്മഈ ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അല്ലേ? അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും. അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ, അത് നമ്മൾ ദുന്യാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ? ഡോക്ടർ പറഞ്ഞു തുടരുത്, തൊടുന്നില്ല. ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത്, പിന്നെ തൊടുന്നില്ല. ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ്, ഇറച്ചിയും ഇതൊക്കെ ഒഴിവാക്കണം, അപ്പൊ നമ്മൾ ഒഴിവാക്കി. പടച്ച റബ്ബേ, ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെയ്യും ചെറുപ്പക്കാരെ അല്ലേ? ഡോക്ടർ പറഞ്ഞ് അടിച്ചു പോകട്ടോ, എന്നിട്ട് കാര്യം പറ്റ പോക്കാണ്, ലിവറൊക്കെ പോയിട്ടുണ്ട്, കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. ഉലമാ പറയാം, തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊരാൾ ചോദിച്ചു, അല്ല അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബ ഉണ്ടോ? തൗബ അള്ളാഹ്ക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അള്ളാഹ്ക്കല്ലാത്ത തൗബ ഉണ്ടാവും. എങ്ങനെ? ഈ കേസിൽ സിസർ വലിച്ച് ആകവൻ ചെയിൻ സ്മോക്കറും ചെയിൻ്റെ സ്റ്റെയിനും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. അപ്പൊ നിർത്തി. തൗബ ചെയ്തു, ഇനി ഞാൻ തുടരല്ലോ, ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു തോന്നിയിട്ടുണ്ടായത്, ഞാൻ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് മതിമറന്നു പോയി മരിച്ചു പോണോലെത്ര, അറ്റാക്കാവുന്നവരെത്ര, മൂലൊക്കെ കിടക്കുന്നവരെത്ര. ഡോക്ടർ പറഞ്ഞു, ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്യ പോലുമില്ല. അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ? അപ്പൊ നിർത്തും. ഇനി ഞാൻ കുടിക്കൂലോട്ടോ, പടച്ചോനെ ഞാൻ നിർത്തി. എന്റെ പേര് നിർത്തിയത് തൗബയാണോ? ഇത് തൗബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ. വ്യഭിചാരം തോന്നിവാസമൊക്കെ ഇഷ്ടം പോലെ നടക്കുക. ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ? എന്താ അവിടെ നടക്കുന്നത്? കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യണ്ടേ മുഅ്മിനെ? അല്ലാഹുമ്മ ജഅൽനാ മിനശ് ശാകിരീന ലക വമിനത് തവ്വാബീൻ. അല്ലാഹുവിനെ ഞങ്ങളെ നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ തമ്പുരാനെ. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം തൗബ, അള്ളാഹ്ക്ക് വേണ്ടിയാ തൗബ. ഗൾഫുകാരൊക്കെ ഭർത്താക്കന്മാര് പുറത്താ. അപ്പൊ ചെറുപ്പക്കാർ, ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണി അവർക്കില്ല, അപ്പൊ അവര് നമുക്ക് പണി തരും. അതാണ് ഇപ്പൊ നടക്കുന്നത്. അവർക്കൊരു പണിയില്ല, പിന്നെന്ത് ചെയ്യും? അവർക്കൊരു പണിയില്ല, എന്താ ചെയ്യാ? ഒരു പണി പഠിക്കുന്നുണ്ടോ? ഇല്ല. 4ാം ക്ലാസ്സും കുസ്തിയിട്ട് നടക്കുക, അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ. പഠിക്കണില്ല. പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ. തിരിച്ചു വരുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തിക്കണോ ഇല്ലേ? അല്ലാഹു അല്ല. ഒരു ഫോളോ അപ്പ് ആരും നടക്കണില്ല. ഇവർക്ക് പിന്നെ പിശാച്ച് വരൂലേ? ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചാ. അപ്പോ വീടുകളിൽ കയറി ഇറങ്ങുന്ന അവസ്ഥകൾ വരുന്നു അല്ലേ? തോന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പിടിക്കപ്പെട്ടു, പിടിച്ചു. പിന്നോ തൗബ ചെയ്ത്, പടച്ചോനെ ഇനി ഞാൻ ചെയ്യൂല കേട്ടോ, മാപ്പ് 100,000 മാപ്പ്. ഇതല്ല തൗബ. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാ തൗബ. ഇത് അള്ളാഹ്ക്കുള്ള തൗബ, നാട്ടുകാർക്കുള്ള തൗബയാണ്. അതിന് മുമ്പ് ചെയ്യണ്ടേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറേ, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണ, അതിലങ്ങ് പിടിക്കപ്പെട്ടതാ. അങ്ങനെ ഉണ്ടാവും ചൊല്ലൂല, ആദ്യമായിട്ട് വൃത്തികേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു. അങ്ങനെ സംഭവിക്കണില്ല എന്നാ ഉമർ തങ്ങൾ പറയാൻ പോണത്. ഉമർ തങ്ങൾ പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, നോണ പറയണല്ലേ. ഇന്നല്ലാഹ ലാ യഹ്തികു സിത്ര അബ്ദിൻ, ഒരു മനുഷ്യന്റെ സ്വകാര്യത അല്ലാഹു വെളിപ്പെടുത്തൂല. ഇല്ലാ ഇദാ അമിലഹാ മിറാറാ, ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത്. അപ്പോഴാ പിടിക്കപ്പെടുന്നത്. ഒരിക്കൽ ചെയ്യുന്നവൻ അല്ലാഹു മറച്ചു വെക്കുന്നുണ്ട്. 2ാമത്തെ തവണയും അല്ലാഹു മറച്ചു വെച്ചു അല്ലേ? 3ാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു?
അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ്, അള്ളാഹു നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ പിടിക്കൂല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പിടിക്കപ്പെടുമ്പോൾ തൗബ ഉണ്ട്. ഇതല്ല തൗബ. തൗബ അള്ളാഹുവിന് വേണ്ടിയുള്ള. എന്തായി തൗബ എന്നൊക്കെ പറഞ്ഞ ഖബറിൽ പോയി കിടക്കുമ്പോൾ സുഖം വേണം മുഅ്മിനെ. ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും. തടിമക്കൊരു ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ? കാൽമുട്ടിന് വേദന, ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി, ലെറ്റ്സ് ഡയഗ്നോസ്, നമുക്ക് നോക്കുക എന്താണ് എന്ന്. കുഴപ്പമൊന്നുമില്ല. പടച്ചോനെ, ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നുന്നത് മറ്റേതാണെന്നാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണോ. ഈ ശങ്ക വന്നാൽ കഴിഞ്ഞില്ലേ, പിന്നെ ആർക്കാ ചിരി, പിന്നെ എന്തിനാ മൊബൈൽ, പിന്നെ എന്ത് വാട്സപ്പ് പോലെ, പിന്നെ എന്ത് നെറ്റ്, പിന്നെ എന്ത് ഫോണ്, പിന്നെ എന്ത് ലവർ, പിന്നെ എന്ത് സ്നേഹം, എന്ത് പ്രേമം, പിന്നെ ഒരു മണ്ണാകട്ടിയില്ല. ഇനി ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് പോവാ, എൻ്റെ റബ്ബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ, ഇതാ ചിന്തിക്കുന്നത്. തടി, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര. ഇത് പിടിച്ചു നിർത്തണം. ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത്. അതിനാ സ്വർഗം. ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്, പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും യാ അല്ലാഹ്, അത് നടക്കൂല.